12 ഏക്കർ വിസ്തൃതിയിൽ പച്ചപ്പിൽ തലയുയർത്തി നിൽക്കുന്ന ഇടയിലക്കാട്ട് കാവിന്റെ പല ഭാഗങ്ങളിലായി 16 തരം കൂണുകളാണ് വിസ്മയ കാഴ്ചയായി വിടർന്നു നിൽക്കുന്നത്. ഗാനോഡെർമ, അഗാരിക്കസ്, ലെന്റിനസ്, പോളിപോറസ്, പ്ലൂറോട്ടസ്, കോറിയോലസ്, ഹെക്സാഗോണിയ, മൈക്രോപോറസ്, സൈലാറിയ, ഹൈപ്പോഫോറ, ഡാൻഡേനിയ തുടങ്ങിയ കൂണിനങ്ങൾ മഴയുടെ ആരംഭത്തിൽ തന്നെ വൻമരങ്ങൾക്കിടയിലും കാവിലെ വള്ളിപ്പടർപ്പുകളിലും വിടർന്നു നിൽക്കുകയാണ്. ജൈവ വൈവിധ്യങ്ങളുടെ സമ്പന്നമായ കാഴ്ചകളായി മാറുകയാണ് ഈ കൂണുകൾ. പരിസ്ഥിതി പഠനത്തിനായി കാവിലെത്തിയ കുട്ടികളിൽ അറിവുകൾക്കൊപ്പം കൗതുകം നിറയ്ക്കുന്ന കാഴ്ചയായി മാറി വ്യത്യസ്താകൃതികളിലും നിറങ്ങളിലുമായി കാണപ്പെടുന്ന കൂണിനങ്ങൾ. ഇടയിലക്കാട്ട് നവോദയ ഗ്രന്ഥാലയം ബാലവേദി ഒരുക്കിയ ജൈവോത്സവം പരിപാടിയുടെ ഭാഗമായാണ് കുട്ടികൾ കാവിലെത്തിയത്. ഉണങ്ങിയ മരക്കൊമ്പുകൾ ഉൾപ്പെടെ സങ്കീർണാവസ്ഥയിലുള്ള ജൈവ വസ്തുക്കളെ ലളിതമായ പോഷക ഘടകങ്ങളാക്കി കൂണുകൾ മണ്ണിൽ ലയിപ്പിക്കുന്നതും സസ്യങ്ങൾക്കിടയിൽ ഇവ പോഷകചക്രമായി പ്രവർത്തിക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരീക്ഷണത്തിലൂടെ തിരിച്ചറിഞ്ഞു. കൂണുകൾക്ക് വലിയ പാരിസ്ഥിതികമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഈ ഭൂമിയിലെ ഏറ്റവും മുഖ്യമായിട്ടുള്ള വിഘാടകരിൽ ഒന്നാണ് ഈ കൂണുകൾ എന്ന് പറയുന്നത്. കാവിനകത്തുള്ള അല്ലെങ്കിൽ വനത്തിനകത്തുള്ള സസ്യ അവശിഷ്ടങ്ങൾ, പ്രത്യേകിച്ച് ഉണങ്ങിയ മരങ്ങൾ, ഇലകൾ, ഇതൊക്കെ വിഘടിപ്പിച്ചുകൊണ്ട് ഇത് മണ്ണിലേക്ക് അലിയിച്ച് ചേർക്കുകയും മണ്ണിലെ ജൈവ മാലിന്യങ്ങളെ ഇല്ലാതാക്കുകയും ഭൂമിയിലുള്ള ഇങ്ങനെയുള്ള ജൈവ മാലിന്യങ്ങളെ ഇല്ലാതാക്കുകയും ഭൂമിക്ക് നല്ല വളക്കൂറുള്ള മണ്ണിനെ സംഭാവന ചെയ്യാനും കഴിവുള്ള ഒന്നാണ് ഈ കൂണുകൾ. അങ്ങനെ ഈ ഭൂമിയിലെ ഓരോ ജീവികൾക്കും ഈ ഭൂമിയിൽ അവകാശമുണ്ട് എന്ന് നമ്മുടെ കുട്ടികളെയും അതേപോലെ തന്നെ ഗ്രന്ഥശാല പ്രവർത്തകരെയും ഒക്കെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കൂണുകളെ തിരിച്ചറിയാനുള്ള ഒരു നിരീക്ഷണ പരിപാടിയാണ് നമ്മൾ സംഘടിപ്പിച്ചത്. കൂണുകളെ 16 തരത്തിലുള്ള കൂണുകളെ നമ്മളിവിടെ നിന്ന് നിരീക്ഷിക്കുകയുണ്ടായി. അതിൽ കൂണുകളുടെ വലിയ പ്രാധാന്യം എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഈ കൂണുകളുടെ അടിഭാഗത്ത് വേരുകൾ പോലെ തോന്നിക്കുന്ന, വേറെല്ലെങ്കിലും വേരുകൾ പോലെ തോന്നിക്കുന്ന ഒരു ഭാഗമുണ്ട്, മൈസീലിയം എന്ന് പറയുന്നത്. ഈ മൈസീലിയം കൊണ്ട് ഈ കൂണുകൾ വിവിധ മരങ്ങളുടെ വേരുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കൂടുതൽ പോഷകാംശം ഉള്ള അല്ലെങ്കിൽ നല്ല വളർച്ചയുള്ള മരങ്ങളിൽ നിന്ന് പോഷകാംശങ്ങൾ അത്രയും കൂടുതൽ പോഷകാംശം ഇല്ലാത്ത മരങ്ങളിലേക്ക്, സസ്യങ്ങളിലേക്ക് അത് കൊണ്ടുപോകാനടക്കം വലിയ രീതിയിലുള്ള സഹായം നൽകുന്നത് ഈ ഫംഗസ് വർഗത്തിൽപ്പെട്ട ഈ കൂണുകളുടെ മൈസീലിയമാണ്. അങ്ങനെ വലിയ ഒരു പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഈ ഒരു ജീവി വർഗത്തെ പരിചയപ്പെടുത്തുക വഴി നമ്മുടെ കാവിനെ സംരക്ഷിക്കുക, അതോടൊപ്പം തന്നെ നമ്മുടെ പരിസരത്തെ സംരക്ഷിക്കുക, ഇങ്ങനെയുള്ള വലിയ ഒരു പ്രാധാന്യമാണ് നമ്മുടെ ഈ കൂൺ നിരീക്ഷണത്തിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. കൂണുകളുടെ കുടയുടെ കീഴ്ഭാഗം, തണ്ടിന്റെ നിറം തുടങ്ങിയ വ്യത്യാസങ്ങൾ അനുസരിച്ചാണ് 16 തരം കൂണുകളെ നിരീക്ഷണത്തിലൂടെ തിരിച്ചറിഞ്ഞത്. തോരാത്ത മഴയ്ക്കിടയിൽ ഇടയിലക്കാട്ട് കാവിലെത്തിയുള്ള കൂൺ നിരീക്ഷണം കുട്ടികളിലും പരിസ്ഥിതി സ്നേഹികളിലും ഒരുപോലെ ആനന്ദവും അറിവും പകരുകയാണ്. വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തങ്ങളായ കൂണുകളെ കുറിച്ചുള്ള വലിയൊരു പാഠമാണ് നവോദയ ഗ്രന്ഥാലയം ബാലവേദിയുടെ നേതൃത്വത്തിൽ ജൈവ കലവറയായി നിലകൊള്ളുന്ന ഇടയിലക്കാട്ട് കാവിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. 16ഓളം കൂണ് ഇനങ്ങളെ തിരിച്ചറിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് കുട്ടികൾ കാവിൽ നിന്നും മടങ്ങിയത്. ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്, കാസർഗോഡ്.